നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. ജീവിതത്തിൽ സംഭവിച്ചതിൽ ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടി ആക്കാനോ മറക്കാനോ കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോവുക. തനിച്ചാകുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുകയും ചെയ്യുക. പറയാനാവാത്ത പ്രണയമായിരിക്കും ഈ ലോകത്ത് അധികവും ഉണ്ടാവുക. അവസാനം അയാളുടെ കാതുകളിൽ എത്താതെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് മനസ്സിൽ മെല്ലെ തട്ടി സ്വയം മറന്നു തുടങ്ങുന്ന പ്രണയം. കിട്ടാത്ത സ്നേഹത്തിനേക്കാൾ എത്രയോ വേദനയാണ് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം കുറഞ്ഞു തുടങ്ങിയെന്ന് തിരിച്ചറിയുമ്പോൾ. പ്രണയം ഇത്രയും സ്വകാര്യമാക്കാൻ സ്ത്രീയെ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ. ഉള്ളിൽ എത്ര നിറഞ്ഞാലും ഒരു തരിപ്പ് പോലും തുളുമ്പാതെ, ഒരാൾ പോലും അറിയാതെ ഒരു സ്വകാര്യ സ്വത്തായി അവർ അതിനെ കാത്തുവെക്കും. നിധി കാക്കുന്ന ഭൂതത്തെപ്പോലെ, മാണിക്യം കാക്കുന്ന നാഗത്തെപ്പോലെ. പ്രതീക്ഷകളൊക്കെ ഇല്ലാതാകുമ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മിലേക്ക് വന്ന് ജീവിക്കാൻ കൊതിപ്പിക്കുന്ന ചില മനുഷ്യരുമുണ്ട്. കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച തിരികെ കിട്ടുമ്പോൾ ആ വ്യക്തി ആദ്യം ഉപേക്ഷിക്കുന്നത് തൻ്റെ അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ആ വടിയെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ ആരുടെയും വടി ആവാതിരിക്കുക. നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾക്കിടയിലും എല്ലാവരുടെയും മുന്നിലും മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയുന്നില്ലേ? ശരിക്കും അത് നമുക്കൊരു നേട്ടം തന്നെയാണ്. മനസ്സ് തുറന്ന് സംസാരിക്കുന്നയാളെ ഈ ലോകം വെറുക്കും. അതാണ് ഈ ലോകം. എന്നാൽ മനസ്സിലൊതുക്കി അഭിനയിക്കുന്നയാളെയാണെങ്കിൽ ഈ ലോകം സ്നേഹിക്കും. അതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത. അഭിനയിക്കുന്നയാൾക്കാണ് മുൻഗണന നൽകുക. മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നയാൾക്ക് എന്നും ഒരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് മനസ്സിലാക്കി ജീവിക്കുക. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ആ നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും. സ്വയം തീരുമാനിച്ചു തുടങ്ങും. നീ ജീവിക്കുക നിന്റെ രീതിയിൽ. മറ്റുള്ളവർ എന്തും പറയട്ടെ, നിന്റെ ജീവിതമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്കല്ലേ അറിയൂ. സ്വന്തമാക്കുന്നത് വരെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നുവോ അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോൾ തോറ്റുപോയി എന്ന് വരും. പക്ഷേ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം, ഐ ആം ഡിഫറെൻ്റ്. 10 മാസം നൊന്തു പ്രസവിച്ച അമ്മയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. അത് നല്ലതു തന്നെ. പക്ഷേ നമുക്ക് വേണ്ടി നെഞ്ഞുരുകി കാത്തിരുന്ന അച്ഛനെക്കുറിച്ച് പറയാൻ ആർക്കും അങ്ങനെ കഥകളില്ല. ഇടയ്ക്കൊന്ന് പോയി അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കുക. സ്നേഹം നമുക്ക് അച്ഛനിൽ നിന്നും പകർന്നു വരുന്നത് കാണാം. ജീവിതത്തിൽ തൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ കൈവിട്ടു പോയ ഒരാൾക്ക് ഇതും കൈവിട്ടു പോവുകയാണെങ്കിൽ പോട്ടെ എന്ന ചിന്ത സ്വയം തോന്നുന്നത് അവൻ്റെ ഗതികേട് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. നമ്മുടേത് മാത്രം എന്ന് തോന്നുന്ന ചിലയിടങ്ങളുണ്ട്. എത്ര അകന്നാലും മനസ്സ് ആ യുഗങ്ങളിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കും. പരസ്പരം മനസ്സിലാകാത്ത ഒരാളെ എൻ്റെ സ്വന്തം എന്ന് അധികാരപ്പെടുത്തി പറയുന്നതൊക്കെ വെറും ക്ലീഷേ ഡയലോഗ് മാത്രമാണ്. ആരും ആരുടെയും സ്വന്തമല്ല. സത്യം അറിയുന്നത് വരെ മാത്രമേ മനസ്സിൽ ഭയം, കുഴപ്പം, സംശയം എന്നിവ ഉണ്ടായിരിക്കുകയുള്ളൂ. സത്യം എത്ര കൈപ്പേറിയതായാലും അവസാനം മനസ്സിന് ശാന്തി നൽകും. പാലിക്കപ്പെടാതിരിക്കുമ്പോൾ വാക്ക് മരിക്കും. ഒപ്പം വാക്ക് വിശ്വസിച്ച ഒരു മനുഷ്യനും. അതുകൊണ്ട് തന്നെ പാലിക്കാൻ പറ്റാത്ത വാക്കുകളാണെങ്കിൽ നിങ്ങളവ കൊടുക്കാതിരിക്കുക. മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്നും ആത്മവിശ്വാസം കൂടുതലുള്ളവരാണെന്നും പഠനങ്ങൾ പറയുന്നു. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണത്.
മറ്റൊരാളെ എറിയാൻ കയ്യിൽ കല്ല് സൂക്ഷിക്കുന്ന പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളിക്കാനേ അത് ഉപകരിക്കൂ. എല്ലാവരെയും സ്നേഹിക്കുക, കുറച്ചുപേരെ വിശ്വസിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്, എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല. പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും. വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും. മൂഢന്മാർ അത് പ്രചരിപ്പിക്കും. തണൽ നൽകേണ്ട ചില്ലകളിൽ നിന്നും ചൂടേൽക്കുമ്പോൾ എത്ര പല കിളികളും കൂടുമാറുന്നത്. ചിലർക്ക് നമ്മളോടുള്ള അടുപ്പം കണ്ട് നമ്മൾ അവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. അവിടെ വിഡ്ഢിയായി മാറുന്നത് അവസാനം നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ നീ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുമ്പോൾ കൂടെയുള്ള ആളുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു സുഖമാണ്. അവർ വരില്ലെന്നറിഞ്ഞിട്ടും അവരുടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നമുക്ക്. അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിപ്പിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആ പാഠം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അത് മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്ന് വേണ്ട. ഇന്ന് നമ്മൾ പുതിയ മനുഷ്യരാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. നിങ്ങളും മാറിയല്ലോ. അതുകൊണ്ടല്ലേ ഈ കണ്ണുനീർ. എല്ലാ അധിക്ഷേപങ്ങളും പ്രതികരിച്ചു നടന്നാൽ സ്വയം വളരാൻ മറന്നു പോകും. അതിലൊന്നും വാടാതെ വീണു പോകാതെ തളിരിടണം. നിശബ്ദമായി പുതിയ നാമ്പുകളും വേരുകളും വളരണം. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നത് രണ്ടു കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അവരുടെ മനസ്സ് തുറക്കപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർന്നിരിക്കാം. എന്താണ് ജീവിതം, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് ഒരു കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തുന്നവരുടെ അടുത്തുനിന്ന് മാറുമ്പോഴാണ്. വാക്കുകൾ കൊണ്ട് എല്ലാവർക്കും കൊട്ടാരം പണിയാൻ വളരെ എളുപ്പമാണ്. അത് പ്രവർത്തിക്കാനാണ് പ്രയാസം. ഓരോ സാഹചര്യവും മാറുമ്പോൾ മനുഷ്യൻ്റെ മനസ്സും മാറും. മനസ്സ് മാറുമ്പോൾ പറഞ്ഞ വാക്കും മാറും. നമ്മുടെ അടുത്ത ചിലർ വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രവൃത്തികൾ പറയും നമ്മൾക്ക് അവർ നൽകിയ വിലയെന്താണ്, എത്രത്തോളം അവർ നമുക്ക് വാല്യൂ നൽകുന്നുണ്ട് എന്നുള്ളതും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഒന്നെങ്കിലൊരു പാഠം, അല്ലെങ്കിലൊരു അനുഗ്രഹം. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ചത് വ്യാപാരമാണ്. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല, എന്നാൽ തനിച്ചു നിൽക്കാൻ എല്ലാ കരുത്തും ആവശ്യമാണ്. ആരൊക്കെ ഉണ്ടായാലും അവർ എല്ലാവരും നീ ഒഴിവാക്കപ്പെടാൻ എന്നാലും ആരെയും നീ ഉറപ്പിക്കരുത്. പലരുടെയും മുഖത്ത് കളിയും ചിരിയും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകില്ലായിരിക്കും. നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളോട് തോന്നിയ ഇഷ്ടം തിരിച്ച് നമ്മളോടും തോന്നും എന്ന് വെറും തോന്നൽ മാത്രമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നതിനേക്കാളും നല്ലത്, എത്രയോ നല്ലതാണ് മൗനം. നിനക്ക് മറുപടി ഇല്ലാത്ത ഇടങ്ങളിൽ നീ ചോദ്യങ്ങളുമായി ഒരിക്കലും പോകരുത്. നമുക്ക് വിലയില്ലാത്തിടത്ത് നമ്മൾ കയറിച്ചെല്ലുകയും ചെയ്യരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.